ഇപ്പോഴും ആ ഈജിപ്തിലെ എപ്പിസോഡുകൾ കാണുമ്പോൾ സന്തോഷിപ്പിച്ച സംഭവങ്ങളെക്കാൾ ഉള്ളിൽ തൊടുന്നത് പലപ്പോഴും വേദനിപ്പിച്ച സംഭവങ്ങളായിരിക്കും. ചില മനുഷ്യരുടെ ജീവിതം അടുത്തു നിന്ന് കണ്ടപ്പോ നമ്മൾ വേണ്ടത്ര അവരോട് സഹാനുഭൂതി കാണിച്ചില്ല എന്നൊരു തോന്നല് അവിടെ നിന്ന് മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. ഈജിപ്തിൽ വെച്ചാണ് ഞാൻ ചെല്ലുമ്പോ ഈജിപ്തിലെ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ടൂറിസ്റ്റുകളിൽ ഒരാളായിട്ട് ഞാൻ പോയത്. ഭരണമാറ്റം ഉണ്ടാകുന്നു, കുറെ അട്ടിമറി ഉണ്ടാകുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ടൂറിസ്റ്റുകൾ ആരും വരാതായി. പിന്നീട് ആദ്യമായിട്ട് അവിടേക്ക് ചെല്ലുന്ന ഒരു വിദേശി എന്ന മട്ടിലാണ് ഞാൻ ചെല്ലുന്നത്. ഒരു വൈകുന്നേരം നൈലിന്റെ തീരത്തൂടെ നടക്കുമ്പോൾ ഒരാൾ എന്റെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം എന്നോട് പറയുന്നു, ഈ നൈലിലൂടെ പാവഞ്ചിയിൽ കൊണ്ടുപോകാം. അപ്പൊ എനിക്ക് സത്യത്തില് വഞ്ചി യാത്ര ഭയമുള്ള ആളാ, നീന്തൽ അറിയില്ല, അതാരും പറയണ്ട. അപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല, നൈൽ നദിയിൽ മുങ്ങി മരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനല്ലേ പറയുന്നത്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, എന്റെ കൂടെ വരൂ, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അപ്പൊ എനിക്ക് താല്പര്യം, ഞാൻ നാളെ കൂടി ഇവിടെ ഉണ്ട്, നാളെ വൈകിട്ട് വന്നിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, സുഹൃത്തെ, ഇവിടുത്തെ കാര്യമൊക്കെ അറിയാമല്ലോ, എനിക്ക് 6-7 മക്കളുണ്ട്, ഇവിടുന്ന് കുറച്ച് അകലെയാണ് എന്റെ ഗ്രാമം. എത്രയോ നാള് കൂടിയാണ് ഞങ്ങൾ ഒരു ടൂറിസ്റ്റിനെ കാണുന്നത്, ഒരു വിദേശിയെ കാണുന്നത്. നിങ്ങൾ ഇന്ന് എന്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയൊന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഈ 7-8 മക്കളുള്ള എന്റെ വീട്ടിൽ അതൊരു വലിയ ആശ്വാസമാണ്. അത് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഫീൽ ചെയ്തു. ശരി, പോകാന്ന് പറഞ്ഞു വള്ളത്തെ കയറി ഈ കാഴ്ചകളെല്ലാം കണ്ടു. തിരിച്ചു വരുമ്പോ എനിക്കൊരു ഭയമുണ്ട്. ഈ ഭയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമുള്ള ടൂറിസ്റ്റ് ആയിട്ട് ആ നാട്ടില് അധികം ആളുകളെ തെരുവിലൊന്നും കാണുന്നുമില്ല. അപ്പൊ ഈ പട്ടിണിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, കുറെ കാലമായിട്ട് ടൂറിസ്റ്റുകൾ വരാത്ത ഒരു പ്രദേശത്തെ ജനത്തിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. എന്റെ കയ്യിലാണെങ്കിൽ അന്ന് വില പിടിച്ച ക്യാമറയുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ മൊബൈലിലൊക്കെ എടുക്കും, എന്നാലും അന്ന് നല്ല വില പിടിച്ച ക്യാമറയുണ്ട്, അത്യാവശ്യം പല പൈസയുണ്ട്. അപ്പൊ എനിക്ക് ഇയാളുടെ കൂടെ പോകുമ്പോൾ ഭയമായി തുടങ്ങി. ഇയാൾ ഈ വള്ളത്തിൽ എന്നെ കൊണ്ടുപോവാണ്, നൈലിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയമായി തുടങ്ങി. ഭയം എന്ന് പറഞ്ഞാൽ, ഇയാൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല ഞാൻ അവിടെ വള്ളത്തിൽ കയറിയത്. ഇയാൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പൊ എന്റെ പൈസ ഉണ്ടെന്നൊക്കെ അയാൾക്ക് അറിയാമല്ലോ, ക്യാമറയും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. എനിക്ക് ഈ നൈലിലൂടെ അടുത്ത ചില പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അറേഞ്ച് ചെയ്യാം, നാളെ എപ്പോ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു, രാവിലെ ആയാലോ. അങ്ങനെ നമുക്ക് അടുത്ത ഗ്രാമങ്ങൾ കടന്ന് പല ഗ്രാമങ്ങളിലൂടെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര പോകാം. ഞാൻ ചോദിച്ചാൽ എത്ര പൈസ വേണ്ടി വരും? അപ്പൊ അയാൾ ഒരു പൈസയൊക്കെ പറഞ്ഞു. ഇത് ഞാൻ പറയാൻ കാര്യം എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാ, ശരിക്കും പറഞ്ഞ പോകാനായിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഇയാളുടെ മുഖം തെളിഞ്ഞു. ഇയാൾ തുഴയുമ്പോഴൊക്കെ എന്തൊക്കെയോ സ്വപ്നം കാണുന്ന എനിക്ക് മനസ്സിലായി. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ആ വീട്ടിലെ സാഹചര്യങ്ങൾ മാറുന്നതായിരിക്കും ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവുക. സത്യത്തിൽ അന്ന് രാത്രി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേന്ന് പുലർച്ചെ എനിക്ക് അവിടെ നിന്ന് അടുത്ത നഗരത്തിലേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാന് തിരിച്ചെത്തുവോളം ഒരു കൺഫ്യൂഷനിലായി. കാരണം ഇദ്ദേഹം എന്താണ് പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ലല്ലോ. ഏതായാലും യാത്ര അവസാനിച്ചു, പറഞ്ഞ തുക കൊടുത്തു. പോരാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, നാളെ എപ്പോഴാണ് വരേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, രാവിലെ. ഞാൻ അവസാനം രാത്രി ഈ ഹോട്ടലിന്റെ റിസപ്ഷനിലെ ഉദ്യോഗസ്ഥനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാള് നിങ്ങൾ വന്നപ്പോ കണ്ടില്ലേ? അപ്പൊ അയാളുടെ പേര് പറഞ്ഞു. ഇയാളെ ആൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ നാളത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റില്ല. അദ്ദേഹത്തെ നിങ്ങളൊന്ന് വിവരം അറിയിക്കണം ഇത്. അപ്പോ ഇദ്ദേഹത്തിന് ഫോണൊന്നുമില്ല, നാളെ രാവിലെ വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെയുള്ള രാത്രിയിലുള്ള രാത്രി എന്തോന്നും ലേറ്റ് ട്രെയിനിൽ ഞാൻ അവിടുന്ന് യാത്രയാണ്. ആ ട്രെയിൻ യാത്രയിലുടനീളം അതിഭീകരമായ ഒരു സംഘർഷത്തിലായിരുന്നു ഞാൻ. സംഘർഷത്തിൽ എന്ന് പറഞ്ഞാൽ, ട്രെയിനിൽ കയറി യാത്ര തുടരുമ്പോഴാണ് എനിക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓർത്തത്. ചില സമയത്ത് നമ്മൾ മഹാമണ്ടനായി പോകും, ചില പൊട്ടനായി പോകും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായി പോകും. എനിക്ക് യാത്ര ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു, കുറച്ച് പൈസ ഒരു കവറിലിട്ട് ഇയാളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ റിസപ്ഷനിൽ ഏൽപ്പിക്കാമായിരുന്നു. അത് കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ഈജിപ്തിലെ എപ്പിസോഡുകൾ കാണുമ്പോൾ കണ്ടല്ലേ, ഇദ്ദേഹം ആ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം, അദ്ദേഹം കരഞ്ഞു പോയാൽ മാതിരി ആയിപ്പോയി. കരഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരം തുടരാൻ പറ്റുന്നില്ല. കണ്ണിൽ നിന്ന് ആ വിഷമം വന്നിട്ട്, ആ ദുഃഖം വന്നിട്ട്, അത് പുള്ളിക്കാരൻ ആ സംഭാഷണം തുടരാൻ പറ്റിയില്ല. പുള്ളിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അത്രയ്ക്കും പുള്ളിക്ക് വിഷമം ഉണ്ടാക്കി ആ സംഭവം. ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇത്രയും വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. ചില ആളുകളുടെ ആ പ്രതീക്ഷ അയാൾ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ മാനസികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾ എത്ര വിഷമിക്കുമെന്ന് പുള്ളിക്കാരൻ പിന്നെ ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. ആ സംഭവം പറയുമ്പോൾ പുള്ളിക്കാരൻ അത് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞു പോയത്. മനുഷ്യത്വമുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണത്.